ഈ ക്ഷേത്രം ആദികേശവ പെരുമാളാണ്. ആദികേശവ പെരുമാൾ എന്ന് പറയുന്നത് ശ്രീ പത്മനാഭൻ തന്നെ അനന്തശയനം ചെയ്തെടുക്കുന്ന ശ്രീ പത്മനാഭൻ ആദികേശവ പെരുമാൾ എന്ന നാമധേയത്തോടുകൂടി ഇവിടെ ഇരിക്കുന്നു. കന്യാകുമാരി ജില്ലയുടെ തിരുവട്ടാർ എന്ന സ്ഥലത്ത്, അതായത് തക്കല നിന്നും മാർത്താണ്ഡത്ത് നിന്നും രണ്ട് സ്ഥലത്തു നിന്നും ഏകദേശം 12-13 കിലോമീറ്റർ ട്രയാങ്കിളായിട്ട് വരും. തക്കല നിന്നും മാർത്താണ്ഡത്ത് നിന്നും ഒരു 13 കിലോമീറ്റർ ഇതിലെ സ്ഥിതി ചെയ്യുന്നു. തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ മാർത്താണ്ഡത്ത് നിന്നും ഒരു 13 കിലോമീറ്റർ, നാഗർകോവിലിൽ നിന്ന് പോവുകയാണെങ്കിൽ തക്കല നിന്നും ഒരു 13 കിലോമീറ്റർ. തിരുവട്ടാർ എന്ന സ്ഥലമാണ്. പഴയ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ പത്മനാഭപുരം പാലസിലെ തിരുവിതാംകൂർ തലസ്ഥാനമായിരിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർ നിർമ്മിച്ചതാണ്. ആദ്യം നിർമ്മിച്ച ക്ഷേത്രം ഇതാണ്. ഇതിലെ വിഗ്രഹത്തിന് 22 അടി നീളമുണ്ട്. ശ്രീപത്മനാഭന് 18 അടി നീളമേ ഉള്ളൂ. ശ്രീപത്മനാഭനെക്കാളിലും നീളം കൂടിയ വിഗ്രഹമാണ്, വലിപ്പവും കൂടുതലാണ്. ഈ വിഗ്രഹം വടക്കോട്ട് നോക്കി തെക്ക് വശത്തോട്ട് തലവെച്ച് ഇടത് കൈ തലയിലൂന്നി ആനന്ദശയനം കൊള്ളുന്ന വിഗ്രഹമാണിത്. അതേസമയം നമ്മുടെ ശ്രീ പത്മനാഭൻ തിരുവനന്തപുരത്ത് അദ്ദേഹം തെക്കോട്ട് നോക്കി വടക്ക് വശത്ത് തലവെച്ച് തെക്കോട്ട് നോക്കി കിടക്കുകയാണ്. അണ്ണനെ ജ്യേഷ്ഠനെ നോക്കി അനുജൻ കിടക്കുന്നു എന്നാണ് അതിൻ്റെ ഐതിഹ്യം. വലിപ്പത്തിൽ അത് കുറച്ച് ചെറിയ വ്യത്യാസമുണ്ട്. ശ്രീപത്മനാഭൻ 4 അടി വലിപ്പം കുറവാണ്. ഈ 2 കോവിലുകൾക്കും ഇടപ്പെട്ട കാലത്ത് ചെയ്തതാണ് ശ്രീരംഗം. ഈ 3 കോവിലുകളും ഒരേ ഇതിലുള്ളതാണ്. ഇത് 108 ദിവ്യദേശങ്ങളിലുള്ള 108 പെരുമാൾ കോവിലുകളുടെ ദിവ്യദേശങ്ങളിലുള്ള ഒരു കോവിലുമാണ്. കുറേ കാലം കൊണ്ട് വലിയ പ്രസിദ്ധിയില്ലാതെ അത് പൂട്ടിക്കിടന്നു. അതിൻ്റെ വിഗ്രഹം മുഴുവൻ സ്വർണ്ണത്തകിടിൽ പൊതിഞ്ഞ വിഗ്രഹമായിരുന്നു. അതിൻ്റെ സ്വർണ്ണത്തകിടുകളൊക്കെ ചില രാഷ്ട്രീയ നേതാക്കളും പ്രമാണികളുമെല്ലാം ചേർന്ന് അത് അടിച്ചു മാറ്റുകയും ഒരു വലിയ കേസ് വന്ന് 10-40 വർഷം കൊണ്ട് ആ കേസൊക്കെ കിടന്നു. അതൊക്കെ തേഞ്ഞു മാഞ്ഞൊക്കെ പോയി. ഇപ്പോൾ അത് വീണ്ടും എടുത്ത് പുനരുദ്ധാരണം ചെയ്ത് അതിൽ ഒരു നല്ലൊരു പങ്ക് പല വ്യക്തികളും ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ ചിലവുണ്ട്, അതേപോലെ പല വ്യക്തികളുടെ ചിലവുണ്ട്. ആ കൂട്ടത്തിൽ കുമാരകോവിൽ മുരുകൻ ലാറി സർവീസ്, കല്യാണ മണ്ഡപം എല്ലാം വയ്ക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു 1.5 കോടി രൂപ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഇപ്പോൾ ഇതാ നമ്മൾ കണ്ട കൊടിമരം ഇസ്കോൺ കൊടുത്തതാണ്. അതുകൊണ്ട് ഇസ്കോൺ അകത്തൊരു ചെറിയ ഒരു ക്ഷേത്രം അവർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ വർദ്ധിപ്പിച്ച് പഴയ ആ കല്ലുകളിൽ മിനുക്കി നന്നായിട്ട് നല്ല വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്ന് ദർശനം നടത്തി പോകാറുണ്ട്. അതായത് തൃപ്പരപ്പ് അരുവി പോകുന്ന വഴിയിലാണ്. തൃപ്പരപ്പ് അരുവി മാത്തൂർ തൊട്ടിപ്പാലം, പത്മനാഭപുരം കൊട്ടാരം, ഇതൊക്കെ പോകുമ്പോൾ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ഈ കോവിൽ വഴി, അതായത് മാത്തൂർ തൊട്ടിപ്പാലം വഴി ഈ ക്ഷേത്രത്തിൽ വഴി നേരെ തൃപ്പരപ്പ് അരുവി പോകാം. അതുകൊണ്ട് ഈ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഒരുപാട് പേരും അവിടെ പോകാറുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു അമ്പലമാണ്. ശ്രീ പത്മനാഭന് തുല്യമായിട്ടുള്ള ഒരു അമ്പലമാണ്. ഇന്നും പറഞ്ഞാൽ ശ്രീ പത്മനാഭൻ്റെ ജ്യേഷ്ഠനായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്.